IC engines and steam boilers എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ IC engine the materials for inlet valve are, അതായത് IC എഞ്ചിനിൽ ഇൻലെറ്റ് വാൽവിന്റെ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, മെറ്റീരിയൽസ് ഏതുകൊണ്ടാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസിൽ പ്ലെയിൻ നിക്കൽ സ്റ്റീൽ, നിക്കൽ ക്രോം സ്റ്റീൽ, ക്രോം മോളിബ്ഡിനം സ്റ്റീൽ ആൻഡ് ABC ഓൾ ആർ കറക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസിൽ നമ്മൾ അതിന്റെ വളരെ ബ്രീഫ് ആയിട്ടുള്ള തിയറി സപ്പോർട്ടീവ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്, അത് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കും വേറെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്. അപ്പൊ അതും കൂടെ ഓപ്ഷൻസും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, nickel chrome steel is commonly used for inlet valves because it has high mechanical strength and a good resistance to heat and corrosion. നിക്കൽ ക്രോം സ്റ്റീൽ ആണ് വളരെ കോമൺ ആയിട്ട് ഇൻലെറ്റ് വാൽവ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഹൈ mechanical strength and a good resistance to heat and corrosion. The presence of nickel improves toughness while chromium improves hardness and wear resistance. നമുക്കറിയാം അലോയിങ്ങിൽ എല്ലാം നമ്മൾ എന്താണ് ഡിഫറെന്റ് മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാണ്? ഫോർ എൻഹാൻസ്മെന്റ് ഓഫ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് അല്ലെ. ഇവിടെ നമുക്ക് പ്രോപ്പർട്ടീസ് ഏതൊക്കെ വരുന്നത്? നിക്കൽ, പ്രസൻസ് ഓഫ് നിക്കൽ ഇംപ്രൂവ്സ് ദ toughness while chromium improves the hardness and wear resistance. Hence, the inlet valve can withstand repeated opening and closing at high engine temperatures. നമുക്കറിയാം എഞ്ചിനിൽ ഇൻലെറ്റ് വാൽവ് ആണെങ്കിലും അതുപോലെ തന്നെ എക്സിറ്റ് വാൽവ് ആണെങ്കിലും എന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഹൈ പ്രഷറും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ വാൽവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇൻ ആൻ IC എഞ്ചിൻ ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഇൻലെറ്റ് വാൽവ്. ഓപ്ഷൻ ബി നിക്കൽ ക്രോം സ്റ്റീൽ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഫ്യൂവൽ ഇഞ്ചക്ടർ വിച്ച് ടൈപ്പ് ഓഫ് നോസിൽ ഈസ് യൂസ്ഡ് ഫോർ പ്രീ കമ്പഷൻ ആൻഡ് ഫോർ എയർ സെൽ എഞ്ചിൻസ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഫ്യൂവൽ ഇഞ്ചക്ടറിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫ്യൂവൽ ഇഞ്ചക്ടർ, അതില് പ്രീ കമ്പഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും അതുപോലെ തന്നെ എയർ സെൽ എഞ്ചിൻസ്, ഈ രണ്ട് കൺസെപ്റ്റും നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് ഏതാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ബേസിക്കലി ഡീസൽ എഞ്ചിനിലാണ് നമുക്കറിയാം ഫ്യൂവൽ ഇഞ്ചക്ടർ ഉള്ളത്. എന്താണ് ഫ്യൂവൽ ഇഞ്ചക്ടറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഇൻ എ ഡീസൽ എഞ്ചിൻ ദ ഫ്യൂവൽ ഈസ് സപ്ലൈഡ് ഇൻ ടു ദ എഞ്ചിൻ സിലിണ്ടർ യൂസിങ് എ ഫ്യൂവൽ ഇഞ്ചക്ടർ. ഡീസൽ എഞ്ചിനിൽ നമുക്ക് ഫ്യൂവൽ ഇഞ്ചക്ടർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്യൂവൽ സപ്ലൈ നടക്കുന്നത് ഡീസൽ എഞ്ചിനിൽ. ദ ഇഞ്ചക്ടർ സ്പ്രേസ് ഫ്യൂവൽ ഇൻ ദ ഫോം ഓഫ് വെരി ഫൈൻ ഡ്രോപ്ലെറ്റ്സ് സോ ദാറ്റ് ഇറ്റ് മിക്സസ് പ്രോപ്പർലി വിത്ത് എയർ ആൻഡ് ബേൺസ് എഫിഷ്യൻ്റ്ലി. ഇഞ്ചക്ടർ ചെയ്യുന്ന എന്താണ്? ഇറ്റ് സ്പ്രേസ് ഫ്യൂവൽ ഇൻ ദ ഫോം ഓഫ് വെരി ഫൈൻ ഡ്രോപ്ലെറ്റ്സ് സോ ദാറ്റ് ഇറ്റ് മിക്സസ് പ്രോപ്പർലി വിത്ത് എയർ ആൻഡ് ബേൺസ് എഫിഷ്യൻ്റ്ലി. എയറിലേക്ക്, കംപ്രസ്ഡ് എയറിലേക്ക് എന്താണ് അറ്റോമൈസ്ഡ് ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നതാണ് ഫ്യൂവൽ ഇഞ്ചക്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. The part of the injector that actually sprays the fuel is called a nozzle. Different engines use different types of nozzles depending on the combustion chamber design. Combustion chamber design അനുസരിച്ച് different types of engines, different types of nozzles ആണ് ഉപയോഗിക്കുന്നത്. Okay. In some diesel engines, fuel is not directly injected into the main cylinder. സാധാരണ നമ്മൾ എന്താണ് മെയിൻ സിലിണ്ടറിലാണ്, എഞ്ചിൻ സിലിണ്ടറിലാണ് ഫ്യൂവൽ നമ്മൾ സ്പ്രേ ചെയ്യുന്നത്, ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നത്. പക്ഷെ ചില സ്പെസിഫിക് എഞ്ചിൻസിൽ എന്താണ് ഫ്യൂവൽ ഈസ് നോട്ട് ഡയറക്ട്ലി ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ മെയിൻ സിലിണ്ടർ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഫ്യൂവൽ ഈസ് ഫസ്റ്റ് ഇഞ്ചക്റ്റഡ് ഇൻ ടു എ സ്മോൾ ചേംബർ കോൾഡ് പ്രീ കമ്പഷൻ ചേംബർ. പ്രീ കമ്പഷൻ ചേംബർ എന്ന് പറയുന്ന ഒരു സ്മോൾ ചേംബറിലേക്കാണ് ആദ്യമായിട്ട് ഫ്യൂവൽ സ്പ്രേ ചെയ്യപ്പെടുന്നത്. എല്ലാ എഞ്ചിൻസിന്റെ കേസും അല്ല, ചില കേസിലാണ് പറയുന്നത്. Initial combustion starts in the pre-combustion chamber and partially burned fuel then enters the main chamber to complete combustion. Okay, initial combustion നടക്കുന്ന എവിടെയാണ്? pre-combustion chamberലാണ്. and partially burned fuel then enters the main chamber to complete. അതായത് റിമൈനിങ് ഫ്യൂവൽ എന്ത് ചെയ്യും? മെയിൻ ചേംബറിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ട്
ബാക്കിയുള്ള കമ്പഷനും കൂടെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ദിസ് പ്രൊഡ്യൂസസ് സ്മൂത്തർ ആൻഡ് ക്വയറ്റർ എഞ്ചിൻ ഓപ്പറേഷൻ. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെ. സ്മൂത്തർ അല്ലെങ്കിൽ ക്വയറ്റർ ആയിട്ടുള്ള എഞ്ചിൻ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ പ്രീ കമ്പഷൻ നമ്മൾ ചെയ്യുന്നത്. അതാണ് പ്രീ കമ്പഷൻ ചേംബർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി അതിനെ ക്വസ്റ്റിനകത്ത് ഒരു എയർ സെൽ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് എയർ സെൽ എഞ്ചിൻ? ആൻ എയർ സെൽ എഞ്ചിൻ ഈസ് അനദർ ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് ഇൻജക്ഷൻ ഡീസൽ എഞ്ചിൻ which contains a small chamber called an air cell connected to main chamber. മെയിൻ ചേംബറിനോട് ചേർന്ന് എയർ സെൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ചേംബറും കൂടെ ഉള്ള ഒരു എന്താണ് ഇൻഡയറക്റ്റ് ടൈപ്പ് ഇൻജക്ഷൻ ടൈപ്പ് എഞ്ചിനാണ് ഇത് എയർ സെൽ എഞ്ചിൻ എന്ന് പറയുന്നത്. കംപ്രസ്ഡ് ഹോട്ട് എയർ ഫ്രം ദിസ് ചേംബർ ഹെൽപ്സ് ബെറ്റർ ഫ്യൂവൽ ബേണിംഗ്. ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ട് ബേൺ ചെയ്യാനായിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ഈ ഒരു ഡിസൈൻ നമ്മൾ യൂസ് ചെയ്തത്. കംപ്രസ്ഡ് എയർ ഫ്രം ദി ചേംബർ, അതായത് ഈ എയർ സെൽ ചേംബറിൽ നിന്നുള്ള കംപ്രസ്ഡ് എയർ എന്താണ് ഫ്യൂവൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് ബേൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് ഓൾസോ റെഡ്യൂസസ് നോക്കിംഗ് ആൻഡ് ഇംപ്രൂവ്സ് സ്മൂത്ത്നെസ് അല്ലെ. നോക്കിംഗ് നമുക്ക് എന്താ പറയുക, നോക്കിംഗ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ഡീസൽ എഞ്ചിനിൽ. അപ്പോൾ നോക്കിംഗ് റെഡ്യൂസ് ചെയ്യുന്ന മാത്രമല്ല എന്താണ് സ്മൂത്ത്നെസ് ഓഫ് ബേണിങ്ങും എൻഷുർ ചെയ്യുന്നു ഈ എയർ കമ്പഷൻ ചേംബർ എന്ന് പറയുന്നത് അല്ലെ. എയർ സെൽ എന്ന് പറയുന്ന ഒരു ചെറിയ ചേംബർ. അപ്പൊ ക്വസ്റ്റ്യനിൽ പ്രീ കമ്പഷനും ചോദിച്ചിട്ടുണ്ട്, എയർ സെല്ലും ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് in a fuel injector which type of nozzle is used for pre-combustion and for air cell engines. അതായത് പ്രീ കമ്പഷൻ എയർ സെൽ എഞ്ചിൻസിലും എന്താണ് ഫ്യൂൽ ഇൻജക്ടറിൽ ഏത് ടൈപ്പ് നോസിൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളതാണ് ചോദ്യം. ഇൻ ബോത്ത് പ്രീ കമ്പഷൻ ആൻഡ് എയർ സെൽ എഞ്ചിൻസ് fuel does not need to penetrate deeply into the cylinder. Instead, smooth spraying and good mixing are more important. നമുക്ക് ആൾറെഡി പറഞ്ഞതാണ് എഫിഷ്യന്റ് ആയിട്ടുള്ള ബേണിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രീ കമ്പഷൻ ചേംബർ ആണെങ്കിലും ശരി എയർ സെൽ എഞ്ചിൻസ് ആണെങ്കിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫ്യൂവൽ പെനട്രേഷനെക്കാട്ട് കൂടുതൽ എന്താണ് എത്ര സ്മൂത്ത് ആയിട്ടാണ് സ്പ്രേ ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് എയറുമായിട്ട് മിക്സ് ചെയ്യുന്നത്, ഈ രണ്ട് ആസ്പെക്ട്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ഏതിലേക്ക്, ബോത്ത് പ്രീ കമ്പഷൻ ആൻഡ് എയർ സെൽ എഞ്ചിൻസ്. സോ എ നോസിൽ that gives controlled and finely atomized spray is preferred. That type of nozzle is the spindle type nozzle. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻസ് സ്മൂത്ത് സ്പ്രേയിങ് ആണെങ്കിലും ഗുഡ് മിക്സിംഗ് എൻഷുർ ചെയ്യുന്നതായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് നോസിൽ ആണിത്, പിൻഡിൽ ടൈപ്പ് നോസിൽ. അപ്പൊ ചോദിച്ചിട്ടുള്ളതിൽ ഓപ്ഷൻ സി പിൻഡിൽ ടൈപ്പ് നോസിലാണ് എന്ത് ചെയ്യുന്നത് ഈ രണ്ട് കേസിലും പ്രീ കമ്പഷൻ ആൻഡ് ഫോർ എയർ സെൽ എഞ്ചിൻസിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പിൻഡിൽ ടൈപ്പ് നോസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ 4-cylinder ഇൻലൈൻ എഞ്ചിൻ ദ ബെസ്റ്റ് ഫയറിംഗ് ഓർഡർ ഏതാണ്? അതായത് 4-cylinder ഇൻലൈൻ എഞ്ചിനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫയറിംഗ് ഓർഡർ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് 2-3 കൺസെപ്റ്റ് ഉണ്ട്. ഇൻലൈൻ എഞ്ചിൻ എന്താണെന്ന് നോക്കണം, അതുപോലെ തന്നെ ഫയറിംഗ് ഓർഡർ എന്താണ് എന്നുള്ളത് അറിയണം. അതിനുശേഷം മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. A 4-cylinder engine, a 4-cylinder inline engine is one in which 4 cylinders are arranged in straight line and all pistons are connected to same crankshaft. എല്ലാ പിസ്റ്റൻസും ഒരേ ക്രാങ്ക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ 4 സിലിണ്ടറും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു എഞ്ചിൻ ടൈപ്പാണ് ഇത് ഇൻലൈൻ എഞ്ചിൻ എന്ന് പറയുന്നത്. 4-cylinder ഇൻലൈൻ എഞ്ചിൻ എന്ന് പറയുന്നതിന്റെ ഒരു ലേഔട്ട് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. In a multi-cylinder engine, the cylinders do not produce power at the same time. Instead, each cylinder fires one after another in a particular sequence called a firing order. Multi-cylinder engine അതിപ്പോ 3-cylinder ആണെങ്കിലും 4-cylinder ആണെങ്കിലും 6-cylinder ആണെങ്കിലും എല്ലാ സിലിണ്ടറും ഒരുമിച്ച് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം എന്താണ് ഓരോ സിലിണ്ടർ എന്താണ് ഒരു പ്രത്യേക സീക്വൻസിലാണ് ഫയർ ചെയ്യപ്പെടുന്നത്. അതിനാണ് നമ്മൾ ആ ഒരു സീക്വൻസിനെയാണ് ഈ സിലിണ്ടർ ഫയർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സീക്വൻസിനെയാണ് നമ്മൾ ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, എ കറക്റ്റ് ഫയറിംഗ് ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഗീവ്സ് സ്മൂത്ത് എഞ്ചിൻ ഓപ്പറേഷൻ, ഇറ്റ് റെഡ്യൂസസ് വൈബ്രേഷൻ ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് എഞ്ചിൻ ബാലൻസ്. ഈ 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. In a 4-cylinder inline engines, power strokes should occur uniformly and consecutive firing of adjacent cylinders should be avoided for balancing and
സ്മൂത്ത്നെസ്. എൻജിൻ ബാലൻസിങ്ങിനും അതിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻസിനും വേണ്ടി നമ്മളൊരു 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനിൽ എന്താണ് പവർ സ്ട്രോക്ക് ഷുഡ് ബി ഒക്കറിങ് യൂണിഫോംലി. പവർ സ്ട്രോക്ക് യൂണിഫോം ആയിട്ടാണ് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പവർ സ്ട്രോക്ക് യൂണിഫോം ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കോൺസിക്യൂട്ടീവ് ഫയറിംഗ് ഓഫ് അഡ്ജസൻറ്റ് സിലിണ്ടേഴ്സ് വിൽ ബി അവോയ്ഡഡ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫയറിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ കോമൺലി യൂസ്ഡ് ആൻഡ് ബെസ്റ്റ് ഫയറിംഗ് ഓർഡർ for the 4-cylinder inline engine which will be giving good balancing and smooth running are 1, 3, 4, 2 and 1, 2, 4, 3. ഇത് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ സിലിണ്ടർ, അത് കഴിഞ്ഞ് ഫയർ ചെയ്യുന്നത് മൂന്നാമത്തേത്, പിന്നെ അത് കഴിഞ്ഞ് നാലാമത്തേത്, പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തേത്. അതുപോലെ തന്നെ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, ഫോർത്ത് വൺ, തേർഡ് വൺ. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സീക്വൻസ് അല്ല, ഇത് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഫയറിംഗ് ഓർഡർ ആണ്. which will be giving efficient operation of the engine. അപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ബെസ്റ്റ് ഫയറിംഗ് ഓർഡർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. either 1, 2, 4, 3 or 1, 3, 4, 2. ഓപ്ഷൻ എ is the correct answer. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത് വളരെ കൺഫ്യൂസിംഗ് ആണ്. എല്ലാ ഓപ്ഷൻസും ഒരുപോലെ ഉണ്ടാവും. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് മാർക്ക് ചെയ്യേണ്ടത്. മാറ്റി മാർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻസർ തെറ്റും. ഓക്കെ, അപ്പൊ ഓർഡർ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയിട്ട് ഓപ്ഷൻസ് രേഖപ്പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ഓഫ് ദ വർക്ക് ഡൺ ഇൻ എക്സ്പെല്ലിംഗ് ദ എക്സോസ്റ്റ് ഗ്യാസസ് ആൻഡ് ദ വർക്ക് ഡൺ ബൈ ഫ്രഷ് ചാർജ് ഡ്യൂറിംഗ് സക്ഷൻ സ്ട്രോക്ക് ഇൻ ആൻ ഐ സി എഞ്ചിൻ ഈസ് കോൾഡ്. ഐ സി എഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം എന്താണ്? ഡിഫറൻസ് ഓഫ് വർക്ക് ഡൺ ഇൻ എക്സ്പെല്ലിംഗ് ദ എക്സോസ്റ്റ് ഗ്യാസ് ആൻഡ് വർക്ക് ഡൺ ബൈ ഫ്രഷ് ചാർജ്. അതായത് എക്സോസ്റ്റ് ഗ്യാസിനെ എക്സ്പെൽ ചെയ്യാനും അതുപോലെ തന്നെ ഫ്രഷ് ചാർജ് സക്ഷൻ സ്ട്രോക്കിൽ ഫ്രഷ് ചാർജ് ഇൻടേക്ക് ചെയ്യുമ്പോഴുള്ള വർക്കിന്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നോക്കാം. In an IC engine, not all the power produced by the fuel combustion becomes useful output power and some energy is lost in different processes inside the cylinder. IC engine എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുഴുവനായിട്ടുള്ള പവർ നമുക്ക് കിട്ടില്ല. യൂസ്ഫുൾ പവർ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടില്ല. അതിന് പകരം എന്താണ്, കുറെ എനർജി നമുക്ക് അവിടെ ലോസ് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് അതിനകത്ത് ലോസ് ആയിട്ട് പോകുന്നത് നോക്കാം. ഡ്യൂറിങ് എഞ്ചിൻ ഓപ്പറേഷൻ 2 ഇമ്പോർട്ടന്റ് പ്രോസസ്സസ് ഒക്കർ. നമുക്കറിയാം സക്ഷൻ സ്ട്രോക്കും എക്സോസ്റ്റ് സ്ട്രോക്കും. ഇത് മാത്രമല്ല വേറെയും സ്ട്രോക്കുകൾ ഉണ്ട്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസിന് റിലവന്റ് ആയിട്ടുള്ള സ്ട്രോക്ക് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. സക്ഷൻ സ്ട്രോക്ക് എന്താണ്? ഫ്രഷ് എയർ ഓർ എയർ ഫ്യൂൽ മിക്സർ. ഫ്രഷ് എയർ എന്ന് പറയുമ്പോൾ ഡീസൽ എഞ്ചിനിലാണ്, എയർ ഫ്യൂൽ മിക്സർ എന്ന് പറയുമ്പോൾ പെട്രോൾ എഞ്ചിനിലാണ്. സോ ഫ്രഷ് എയർ ഓർ എയർ ഫ്യൂൽ മിക്സർ enters the cylinder during the suction stroke and during the exhaust stroke burnt gases are pushed out of the engine cylinder. അല്ലേ? അതാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. The piston has to do work during the stroke. ഈ രണ്ട് സ്ട്രോക്കിലും പിസ്റ്റൺ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. During suction stroke, the piston moves downwards and draws the fresh charge into the engine cylinder. അതായത് സക്ഷൻ സ്ട്രോക്കിൽ എന്താണ്? In the case of vertical cylinder, the piston moves downwards. Fresh charge എന്ത് ചെയ്യും? It will be sucked into the engine cylinder. The incoming fresh charge does some work while entering engine. Incoming fresh charge എന്ത് ചെയ്യും? It is actually pushing the piston down. ഫ്രഷ് ചാർജ് അത്രയും പ്രഷറിലാണ് ഉള്ളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി the piston will be pushed downwards. അതാണ് it has to do some work while entering the engine. അതേസമയം during the exhaust stroke, the piston pushes burnt gas out against the exhaust pressure and it requires work from the engine. ഇവിടെ വർക്ക് ഓൺ ദ എഞ്ചിൻ ആണ്. ഒന്നാമത്തെ കേസിൽ സക്ഷൻ സ്ട്രോക്കിൽ വർക്ക് ഓൺ ദ എഞ്ചിനാണ്. അതേസമയം ഡ്യൂറിംഗ് ദ എക്സോസ്റ്റ് സ്ട്രോക്ക് എന്താണ്? ഈ പിസ്റ്റൺ എന്ത് ചെയ്യണം? പിസ്റ്റൺ ഹാസ് ടു ഡു വർക്ക് എഗൻസ്റ്റ് ദ എക്സോസ്റ്റ് പ്രഷർ. എന്ത് ചെയ്യണം? ഈ പറയുന്ന അൺബേൺഡ് ഗ്യാസസിനെല്ലാം അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസസിനെല്ലാം ഹൈ പ്രഷറിലേക്ക് പുറത്തേക്ക് എക്സോസ്റ്റ് വാൽവിലൂടെ പുറത്തേക്ക് തള്ളണം. അതാണ് പിസ്റ്റന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കേസിലും ദ ഡിഫറൻസ് ബിറ്റ്വീൻ വർക്ക് ഡൺ ഇൻ എക്സ്പെല്ലിംഗ് എക്സോസ്റ്റ് ഗ്യാസസ് ആൻഡ് വർക്ക് ഡൺ ബൈ ഫ്രഷ് ചാർജ് ഡ്യൂറിംഗ് സക്ഷൻ സ്ട്രോക്ക്, അതിനെ നമ്മൾ പറയുന്ന പേര് പമ്പിംഗ് ലോസ് എന്നാണ്. ഓക്കെ, പമ്പിംഗ് ലോസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി പമ്പിംഗ് ലോസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസിൽ
നമുക്ക് റബ്ബിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ അഗൻസ്റ്റ് ഫ്രിക്ഷനിൽ വരുന്ന ലോസ് ആണ്. ഫ്രിക്ഷനിൽ വരുന്ന ഫ്രിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ആണ് റബ്ബിംഗ് ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത്. എക്സോസ്റ്റ് ബ്ലോ ഡൗൺ എന്ന് പറയുമ്പോൾ എക്സോസ്റ്റ് ഗ്യാസിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല, എക്സോസ്റ്റ് ഗ്യാസ് പുറന്തള്ളാനായിട്ട് മാത്രം വരുന്ന ലോസ്, അതുവഴി വരുന്ന ലോസ് ആണ് എക്സോസ്റ്റ് ബ്ലോ ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി പമ്പിംഗ് ലോസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, factors which favor the elimination of NOx in the CI engine, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനിൽ നോക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഫേവറബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. In a CI engine, fuel is injected directly into the highly compressed hot air inside the engine cylinder and it automatically ignites due to high temperature of the compressed air. നമുക്കറിയാം CI എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനിൽ എന്താണ്, ഫ്യൂൽ ഈസ് ഇൻജക്റ്റഡ് ഇൻ ടു ഹൈലി കംപ്രസ്ഡ് എയർ. ഹൈലി കംപ്രസ്ഡ് ഹോട്ട് എയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂൽ ഇൻജക്ടർ അറ്റോമൈസ്ഡ് ഫോമിൽ ഫ്യൂൽ സ്പ്രേ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കംപ്രസ്ഡ് എയറിന്റെ ഹൈ ടെമ്പറേച്ചർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കംപ്രഷൻ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കംപ്രഷൻ ഇഗ്നേഷൻ എന്ന് പറയുന്നത്. ഇഗ്നിഷൻ ഡിലേ ഈസ് ദ ടൈം ബിറ്റ്വീൻ ഫ്യൂൽ ഇൻജക്ഷൻ ആൻഡ് ദ ആക്ച്വൽ സ്റ്റാർട്ട് ഓഫ് കംപ്രഷൻ. And during this delay, fuel keeps accumulating inside the engine cylinder. Okay. അപ്പോൾ ഇഗ്നിഷൻ ഡിലേ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ഓഫ് ദ കംപ്രഷൻ ആൻഡ് ഫ്യൂൽ ഇൻജക്ഷൻ. കംപ്രസ്ഡ് ഹോട്ട് എയറിലേക്ക് നമ്മൾ ഫ്യൂൽ ഇൻജക്ട് ചെയ്യുന്നു അല്ലെ. ഈ ഫ്യൂൽ ഇൻജക്ട് ചെയ്യുന്ന ആ സമയവും ആക്ച്വലി എപ്പോഴാണ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഇഗ്നിഷൻ ഡിലേ എന്ന് പറയുന്നത്. നമ്മൾ ഫ്യൂൽ ഇൻജക്ട് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യണമെന്നില്ല, കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ അവിടെ ഒരു ചെറിയ ഡിലേ വരാം. ആ ഒരു ഡിലേ ആണ് നമ്മൾ ഇഗ്നിഷൻ ഡിലേ എന്ന് പറയുന്നത്. അപ്പോ ഇഗ്നിഷൻ അല്ലെങ്കിൽ ആ കംപ്രഷൻ തുടങ്ങുന്ന വരെ നമ്മൾ എന്താണ്, ഫ്യൂൽ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫ്യൂൽ ഇൻജക്ടർ കീപ്സ് ഓൺ ഇൻജക്ടിങ് ഫ്യൂൽ ഇൻ ടു ദ കംപ്രസ്ഡ് എയർ ബട്ട് ദ കംപ്രഷൻ ഹാസ് നോട്ട് ആക്ച്വലി സ്റ്റാർട്ടഡ്. അപ്പോ അവിടെ എന്ത് ചെയ്യും, ഫ്യൂൽ അക്യുമുലേറ്റ് ചെയ്യും. ഫ്യൂൽ ഇൻജക്ടറിൽ നിന്നുള്ള ഫ്യൂൽ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. If the ignition delay is too long, too much fuel accumulates before the ignition starts and it burns suddenly all at once, resulting in a sudden pressure rise, producing a sharp metallic sound called knock. അപ്പൊ നമ്മൾ പറഞ്ഞു ഫ്യൂൽ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇഗ്നിഷൻ ഡിലേ വളരെ കൂടുതലാണ്. കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത്രയും ഫ്യൂൽ, ടു മച്ച് ഓഫ് ഫ്യൂൽ വിൽ ബി അക്യുമുലേറ്റഡ് ഇൻ ദ സിലിണ്ടർ. ആൻഡ് ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും ഫ്യൂൽ ഒരുമിച്ച് എന്ത് ചെയ്യും, ഒരു എക്സ്പ്ലോഷൻ, ഒരു മെറ്റാലിക് സൗണ്ടോട് കൂടി എന്ത് ചെയ്യും, അത് ബേണിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവിടെയുള്ള പ്രഷർ, കമ്പഷൻ സിലിണ്ടറിലുള്ള പ്രഷർ എന്ത് ചെയ്യും, എനോർമസ് എമൗണ്ട് ഓഫ് പ്രഷർ വിൽ ബി ഡെവലപ്ഡ് ഇൻസൈഡ് സിലിണ്ടർ. അതായത് ഇത്രയും സഡൻ ആയിട്ടുള്ള ഒരു പ്രഷർ റൈസും അതുപോലെ തന്നെ മെറ്റാലിക് സൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു ഫിനോമിനയാണ് നമ്മൾ നോക്ക് എന്ന് പറയുന്നത്. നോക്കിംഗ് കോസസ് വൈബ്രേഷൻ, നോയ്സ് ആൻഡ് എഞ്ചിൻ ഡാമേജ്. ഹെവി വൈബ്രേഷനും അതുപോലെ നോയ്സും കൂടിയാണ് ഈ നോക്ക് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് ഒരിക്കലും എഞ്ചിന് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. അത് എഞ്ചിന്റെ ഡാമേജിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, സോ ഇഗ്നിഷൻ ഡിലേ പീരീഡ് ഷുഡ് ബി ഷോർട്ട് ടു റെഡ്യൂസ് നോക്കിംഗ്. ഇഗ്നിഷൻ ഡിലേ പീരീഡ് വന്നതുകൊണ്ടാണ് അത്രയും ഫ്യൂൽ അക്യുമുലേറ്റ് ചെയ്യുന്നതും അതെല്ലാം കൂടെ സഡൻ ആയിട്ട് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇഗ്നിഷൻ ഡിലേ പരമാവധി കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കിംഗ് അല്ലെങ്കിൽ നോക്കിംഗ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഈസ് ദ മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഫ്യൂൽ ഇഗ്നൈറ്റ്സ് ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് സ്പാർക്ക്. സ്പാർക്ക് കൊടുക്കാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്യൂൽ ഇഗ്നൈറ്റ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചറിനെയാണ് നമ്മൾ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. A lower self-ignition temperature means fuel ignites more easily. ഇപ്പൊ ഇവിടെ നോക്കിങ്ങിന്റെ പ്രശ്നം നമുക്ക് വന്ന എന്താണ്, ഫ്യൂൽ അക്യുമുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫ്യൂൽ ഓട്ടോമാറ്റിക് ആയിട്ട് കത്തിപ്പിടിക്കുന്നുമില്ല. അപ്പോ കത്തിപ്പിടിക്കണമെങ്കിൽ എന്താണ്, അതിന്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്തണം, സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്തണം. അപ്പോ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറവായിട്ടുള്ള ഒരു ഫ്യൂൽ ആണെങ്കിൽ ഫ്യൂല് പെട്ടെന്ന് ഇഗ്നൈറ്റ്, അതായത് ഇഞ്ചക്ട് ചെയ്ത ഉടനെ തന്നെ കാര്യമായിട്ടുള്ള ഡിലേ ഇല്ലാതെ ഫ്യൂല് കത്തിപ്പിടിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ ഇഗ്നിഷൻ ഡിലേ കുറവാകും, അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്യൂല് കത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്യൂൽ അക്യുമുലേഷൻ ഇല്ലാത്തതുകൊണ്ട് നോക്കിങ്ങിന്റെ ടെൻഡൻസി അവിടെ കുറയും. ഓക്കെ, അപ്പോൾ
If the fuel ignites easily, delay period becomes shorter, fuel does not accumulate excessively, and the tendency of knocking will be reduced. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോക്കിംഗ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഏതാണ് എന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ, ഷോർട്ട് ഇഗ്നിഷൻ ഡിലേ പീരിയഡ് ആൻഡ് ലോ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്യൂവൽ. ഇറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ ഈസ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ? ബോയിലറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോയിലറിന്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് താഴെ തന്നിട്ടുള്ളത്. ലങ്കാഷയർ ബോയിലർ, കൊക്രാൻ ബോയിലർ, കോർണിഷ് ബോയിലർ, ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ. ഇതിൽ എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഫിഗറിൽ നമുക്ക് രണ്ട് ടൈപ്പ് ബോയിലർ നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇന്റേണലി ഫയർഡ് എന്താണ്, എക്സ്റ്റേണലി ഫയർ എന്താണ്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഫർണസ് ഈസ് ഇൻസൈഡ് ദ ബോയിലർ ഷെൽ. നമുക്കറിയാം ബോയിലർ എന്താണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ബോയിലർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സ്റ്റീം ബൈ ഹീറ്റിംഗ് വാട്ടർ യൂസിങ് ഫ്യൂൽ. ഫ്യൂൽ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ചൂടാക്കി സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, ബോയിലർ. അതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ. Depending on the position of the furnace where the fuel burns, boilers are classified as internally fired boiler and externally fired boiler. ഒരു ഫർണസ് അതിനകത്ത് ഉണ്ടാവും അല്ലെ, ഫ്യൂൽ ബേൺ ചെയ്യുന്ന ഒരു ഫർണസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ എവിടെയാണ് ഈ ഫർണസ് വെച്ചിട്ടുള്ളത് എന്നതനുസരിച്ച് നമുക്ക് അതിനെ ഇന്റേണലി ഫയർഡ് എന്നും എക്സ്റ്റേണലി ഫയർഡ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇന്റേണലി ഫയർഡ് ബോയിലർ ഈസ് വൺ ഇൻ വിച്ച് ദ ഫർണസ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ബോയിലർ ഷെൽ and hot gases pass through the tubes inside the boiler. ഫിഗർ നോക്കാം. ഇന്റേണലി ഫയർഡ് ബോയിലർ എന്താണ്, ഇവിടെ ഫർണസ് നമുക്ക് ബോയിലറിനകത്താണ് ഫർണസ് അല്ലെ. അപ്പൊ എന്താണ്, ഫ്യൂവൽ ബേൺസ് ഇൻസൈഡ് ദ ഷെൽ, ഫ്യൂവൽ ബേൺസ് ഇൻ ദ ഫർണസ്, ഹോട്ട് ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ബോയിലർ, ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഡയറക്ട്ലി ടു വാട്ടർ ആൻഡ് സ്റ്റീം ഈസ് ഫോംഡ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഫീഡ് വാട്ടർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ബോയിലർ ഫർണസിനകത്ത് ഹോട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹോട്ട് ഗ്യാസ് എന്ത് ചെയ്യും, ഈ ഫീഡ് വാട്ടറിനെ ചൂടാക്കും. ഫീഡ് വാട്ടറിനെ ചൂടാക്കുമ്പോൾ ദാറ്റ് വിൽ ബിക്കം സ്റ്റീം. അപ്പോൾ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് വഴി എന്ത് ചെയ്യും, സ്റ്റീം എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ റിലവന്റ് ആയിട്ട് പറയാനുള്ളത് എന്താണ്, ബോയിലർ ഫർണസ് എന്ന് പറയുന്നത് ബോയിലർ ഷെല്ലിനകത്ത് തന്നെയാണ്. ഓക്കെ, എക്സാമ്പിൾ വരുന്നത് ലങ്കാഷയർ ബോയിലർ ആൻഡ് കോക്രാൻ ബോയിലർ ആൻഡ് കോർണിഷ് ബോയിലർ. ലങ്കാഷയർ ബോയിലർ, കൊക്രാൻ ബോയിലർ ആൻഡ് കോർണിഷ് ബോയിലർ ഇതെല്ലാം എന്താണ്, ഇന്റേണലി ഫയർഡ് ബോയിലർ ആണ്. അതേസമയം രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്, എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ ആണ്. ഒരേ ഒരു ഡിഫറൻസ് എന്താ, ഫർണസ് ഈസ് ഔട്ട്സൈഡ് ദ ബോയിലർ ഷെൽ. പുറത്തൊരു ഫർണസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്താണ്, ഹോട്ട് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹോട്ട് ഗ്യാസസിനെ ഈ ബോയിലർ ഷെല്ലിലേക്ക് ട്യൂബ് വഴി നമ്മൾ കടത്തി വിടുന്നു അല്ലെ. ഇവിടെ വാട്ടർ ട്യൂബ്സ് ഉണ്ട്. ഈ വാട്ടർ ട്യൂബ്സും അതുപോലെ തന്നെ ഈ ഹോട്ട് ഗ്യാസും തമ്മിൽ എന്ത് ചെയ്യും, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. അങ്ങനെ വെള്ളം ചൂടാവും. വെള്ളം ചൂടാവുന്ന സമയത്ത് ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം ആൻഡ് ഇറ്റ് വിൽ ബി എക്സിറ്റഡ് ത്രൂ എ സ്റ്റീം ഔട്ട്ലെറ്റ് അല്ലെ. ഇവിടെ നമ്മൾ ഫീഡ് വാട്ടർ കൊടുക്കുന്നുണ്ട്. സോ ഇന്റേണലി ഫയർഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിനകത്ത് ലങ്കാഷയർ, കൊക്രാൻ ബോയിലർ, കോർണിഷ് ബോയിലർ എല്ലാം ഇന്റേണലി ഫയർഡ് ബോയിലറിന് എക്സാമ്പിൾ ആണ്. Externally fired boiler, furnace is located outside the boiler shell. Hot gases from external furnace pass around the water tubes. Water gets heated indirectly by these hot gases producing steam. Example, externally fired boiler ന് എക്സാമ്പിൾ വരുന്നത് ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി, ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ വൺസ് ത്രൂ ബോയിലർ. വൺസ് ത്രൂ ബോയിലറിന് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എന്നാണ് ചോദ്യം. എന്താണ് വൺസ് ത്രൂ ബോയിലർ എന്ന് നോക്കാം. ഇൻ മോസ്റ്റ് ബോയിലേഴ്സ് വാട്ടർ സർക്കുലേറ്റ്സ് മെനി ടൈംസ് ഇൻസൈഡ് ദ ബോയിലർ ബിഫോർ ബിക്കമിങ് സ്റ്റീം. അതായത് സ്റ്റീം ആവുന്നതിന് മുന്നേ എന്ത് ചെയ്യും, ബോയിലറിനകത്ത് വെള്ളം പല പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഫൈനലി ആണ് സ്റ്റീം ആവുന്നത്. ബട്ട് ഇൻ സെം special boilers, water passes through the boiler only once and gets converted directly into steam. അതിനെയാണ് നമ്മൾ വൺസ് ത്രൂ ബോയിലർ എന്ന് പറയുന്നത്. ചില പർട്ടിക്കുലർ ബോയിലറിൽ ഒരു പ്രാവശ്യം മാത്രം സർക്കുലേറ്റ് ചെയ്യപ്പെട്ട് ഡയറക്ട്ലി സ്റ്റീം ആയിട്ട് മാറുന്ന
ഒരു ടൈപ്പ് ബോയിലർ ഉണ്ട്. ആ ബോയിലറിനെയാണ് നമ്മൾ വൺസ് ത്രൂ ബോയിലർ എന്ന് പറയുന്നത്. ദർ ഈസ് നോ സ്റ്റീം ഡ്രം ഫോർ റീസർക്കുലേഷൻ ഓഫ് വാട്ടർ. ഞാൻ പറഞ്ഞു ആൾറെഡി നമ്മൾ സാധാരണ ബോയിലർ മൾട്ടിപ്പിൾ ടൈംസ് സർക്കുലേറ്റ് ചെയ്തിട്ടാണ് സ്റ്റീമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റീം ഡ്രമ്മിന്റെ ആവശ്യകതയുണ്ട്. പക്ഷെ വൺസ് ത്രൂ ബോയിലറിൽ അങ്ങനെ റീസർക്കുലേഷൻ ഇല്ല, ഒറ്റ പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, സ്റ്റീം ഡ്രമ്മിന്റെ ആവശ്യമില്ല. വളരെ പോപ്പുലർ ആയിട്ടുള്ള വൺസ് ത്രൂ ബോയിലർ ആണ് ഇത്, ബെൻസൺ ബോയിലർ. ശ്രദ്ധിക്കുക, ബെൻസൺ ബോയിലർ ഈസ് എ പോപ്പുലർ once through boiler where water passes only once through the tubes and becomes steam directly and it operates at very high pressure. വളരെ ഉയർന്ന പ്രഷറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വൺസ് ത്രൂ ബോയിലർ ആണിത്, ബെൻസൺ ബോയിലർ where water only passes only once through the tubes and becomes steam. ഇനി അതിന്റെ അടുത്ത ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ലാമോണ്ട് ബോയിലർ ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്, അതൊരു വാട്ടർ ട്യൂബ് ബോയിലർ ആണ്. ബാക്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ, അതും ഒരു വാട്ടർ ട്യൂബ് ബോയിലർ ആണ്. ലോക്കോമോട്ടീവ് ബോയിലർ വന്നിട്ടുണ്ട്, അതൊരു ഫയർ ട്യൂബ് ബോയിലർ ആണ്. ജസ്റ്റ് ഓപ്ഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ബെൻസൺ ബോയിലർ ആണ് കറക്റ്റ് ആൻസർ. വൺസ് ത്രൂ ബോയിലർ എന്ന് പറയുന്നത് ബെൻസൺ ബോയിലർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ ഓഫ് ജംഗ്ഷൻ വാൽവ് ഇൻ എ ബോയിലർ ഈസ്. അതായത് ഒരു ബോയിലറിൽ ജംഗ്ഷൻ വാൽവിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, എ ബോയിലർ പ്രൊഡ്യൂസസ് സ്റ്റീം അറ്റ് ഹൈ പ്രഷർ, സോ ഡിഫറെന്റ് വാൽവ്സ് ആർ ഫിറ്റഡ് ഓൺ ഇറ്റ് ഫോർ സേഫ് ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ. വളരെ സേഫ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടി എന്താണ്, പല ടൈപ്പ് വാൽവുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ബോയിലറിൽ. ഈച്ച് വാൽവ് ഹാസ് എ സ്പെസിഫിക് ഫംഗ്ഷൻ സച്ച് as controlling steam flow, maintaining pressure or removing impurities. A junction valve is fitted at steam outlet of the boiler. Steam outletൽ ഫിറ്റ് ചെയ്യുന്ന ഒരു തരം വാൽവാണിത്, ജംഗ്ഷൻ വാൽവ്. It controls the flow of steam from the boiler to the steam pipe. ബോയിലറിൽ നിന്ന് സ്റ്റീം പൈപ്പിലേക്കുള്ള സ്റ്റീമിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ജംഗ്ഷൻ വാൽവിന്റെ ഒരു ഫംഗ്ഷൻ, ഒരു പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. അതിന്റെ സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് കാൻ ഓൾസോ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ദ സ്റ്റീം സപ്ലൈ വെൻ റിക്വയർഡ്. പെട്ടെന്ന് നമുക്ക് സ്റ്റീം സപ്ലൈ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഈ ജംഗ്ഷൻ വാൽവ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ജംഗ്ഷൻ വാൽവിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൺട്രോളിംഗ് ദ ഫ്ലോ ഓഫ് സ്റ്റീം ആൻഡ് സ്റ്റോപ്പിംഗ് ദ സ്റ്റീം സപ്ലൈ വെൻ എവർ റിക്വയർഡ്. അപ്പൊ ഓപ്ഷൻ ബി, സ്റ്റാർട്ട് ഓഫ് സ്റ്റീം ഓർ റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് സ്റ്റീം ടു റിക്വയർമെന്റ്സ്, ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് റിമൂവ് സ്ലഡ്ജ് ഓർ സെഡിമെന്റ്സ് കളക്ടഡ് അറ്റ് ദ ബോട്ടം മോസ്റ്റ് പോയിന്റ് ഇൻ ദ വാട്ടർ സ്പേസ് ഇൻ ദ ബോയിലർ. ഓപ്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓപ്ഷൻ എന്റെ എന്താണ്, റിമൂവ് സ്ലഡ്ജ് ഓർ സെഡിമെന്റ്സ് കളക്ടഡ് അറ്റ് ദ ബോട്ടം. ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ബ്ലോ ഓഫ് കോക്ക് ഓർ ബ്ലോ ഓഫ് വാൽവ് ആൻഡ് ഇറ്റ് റിമൂവ്സ് മഡ് ആൻഡ് സെഡിമെന്റ്സ് ഫ്രം ദ ബോയിലർ ബോട്ടം. ചോദ്യം ഈ രീതിയിലാണ് ചോദിച്ചിരുന്നതെങ്കിൽ, അതായത് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ബ്ലോ ഓഫ് കോക്ക് ഓർ ബ്ലോ ഓഫ് വാൽവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, റിമൂവിംഗ് ദ സെഡിമെന്റ്സ് ഓർ സ്ലഡ്ജ് കളക്ടഡ് അറ്റ് ദ ബോട്ടം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഓപ്ഷൻസ് എല്ലാം മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത് പ്രിവെന്റിംഗ് ദ സ്റ്റീം പ്രഷർ എക്സീഡിംഗ് ദ റേറ്റഡ് പ്രഷർ. റേറ്റഡ് പ്രഷറിനെയും കാട്ടി കൂടുതൽ സ്റ്റീം പ്രഷർ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, സേഫ്റ്റി വാൽവ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. So this is the function of a safety valve. അപ്പോൾ what is the function of safety valve എന്നാണ് ചോദ്യമെങ്കിൽ നമുക്ക് എന്ത് വരും, പ്രിവെന്റിംഗ് ദ സ്റ്റീം പ്രഷർ എക്സീഡിംഗ് ദ റേറ്റഡ് പ്രഷർ. ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്, ഷട്ട് ഓഫ് സ്റ്റീം ഓർ റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് സ്റ്റീം ടു റിക്വയർമെന്റ്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ജംഗ്ഷൻ വാൽവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which boiler accessory is used for feed water heating by utilizing the heat of waste furnace gases? Waste furnace gasesന്റെ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫീഡ് വാട്ടർ ഹീറ്റിംഗ് ചെയ്യുന്ന ബോയിലർ ആക്സസറി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. After combustion in a boiler, very hot gases leave the furnace through the chimney. If these hot gases are released directly, a large amount of heat energy is wasted. അതായത് ബോയിലറിന്റെ ചിമ്മിനി വഴി വളരെയധികം ഹോട്ട് ആയിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസ് ആണ് പുറന്തള്ളപ്പെടുന്നത്, അല്ലെ?
അപ്പൊ ഈ ഹോട്ട് ഗ്യാസ് ഡയറക്റ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ എന്താണ് ഒരുപാട് എനർജി നമുക്ക് അതിനകത്ത് നിന്ന് ലോസ് ആവും. ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ബോയിലർ we need to recover the waste heat from these exhaust gases, which is done by a device called economizer. Economizer എന്ന് പറയുന്ന ഒരു ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് എക്സോസ്റ്റ് ഗ്യാസിന്റെ വേസ്റ്റ് ഹീറ്റ് റിക്കവർ ചെയ്യപ്പെടുന്നു. എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഇംപ്രൂവിംഗ് ദ എഫിഷ്യൻസി ഓഫ് ബോയിലർ. ഇനി എക്കണോമൈസർ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നോക്കാം. Economizer is placed in the path of the exhaust gases and feed water is passed through the tubes inside it. Economizerനകത്ത് ട്യൂബുകൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ എന്ത് ചെയ്യും, നമ്മൾ ഫീഡ് വാട്ടർ കടത്തി വിടും. എന്താണ് ഫീഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ബോയിലറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇതാണ് ഇൻപുട്ടാണ് എന്ത് ഫീഡ് വാട്ടർ. ഈ ഫീഡ് വാട്ടറിനെയാണ് ബോയിലറിനകത്ത് ചൂടാക്കപ്പെടുന്നത്. സോ ഫീഡ് വാട്ടർ എന്ത് ചെയ്യും, ഈ എക്കണോമൈസറിനകത്ത് ഒരുപാട് ട്യൂബുകൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ ഈ ഫീഡ് വാട്ടർ കടത്തി വിടും അല്ലെ. ഈ ഫീഡ് വാട്ടർ പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്, ഇൻ ദ പാർട്ട് ഓഫ് ദി എക്സോസ്റ്റ് ഗ്യാസസ്. വേസ്റ്റ് ഫർണസ് ഗ്യാസസ് ഹീറ്റ് ദ വാട്ടർ ബിഫോർ ഇറ്റ് ഈസ് എൻറ്ററിങ് ഇൻ ടു ദ ബോയിലർ. ഈ വേസ്റ്റ് ഫർണസ് ഗ്യാസ് എന്ത് ചെയ്യും, ഈ വാട്ടർ ട്യൂബിനകത്തുള്ള വാട്ടറിനെ ഹീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഫീഡ് വാട്ടർ ബോയിലറിനകത്ത് കടക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും, ഈ ഫീഡ് വാട്ടർ ആൾറെഡി ഹോട്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് അത്രയും കുറവ് ഹീറ്റ് ചെയ്താൽ മതി. ഫുള്ളായിട്ട് നമുക്ക് ബോയിലറിനകത്ത് ഹീറ്റ് ചെയ്യേണ്ടി വരില്ല. ആൾറെഡി എന്താണ് വാട്ടർ ഹോട്ടാണ്. ബാക്കിയുള്ള കുറച്ച് ഹീറ്റ് മാത്രം നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ മതി ബോയിലറിൽ. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോയിലറിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ആൻ എക്കണോമൈസർ. അപ്പോൾ ഓപ്ഷൻ ബി എക്കണോമൈസർ ഈസ് ദ കറക്റ്റ് ആൻസർ. അതായത് വേസ്റ്റ് ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫീഡ് വാട്ടർ ഹീറ്റിംഗ് ചെയ്യുന്നത് എക്കണോമൈസർ എന്ന് പറയുന്ന ബോയിലർ ആക്സസറി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻസ് സൂപ്പർ ഹീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സൂപ്പർ ഹീറ്റർ? ഹീറ്റ് ദ സ്റ്റീം ആഫ്റ്റർ ഇറ്റ് ഈസ് ഫോംഡ് ടു പ്രൊഡ്യൂസ് ഡ്രൈ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. അതായത് ഹീറ്റ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത ഉടനെ അതിനെ ഒന്നുകൂടെ ഹീറ്റ് ചെയ്തുകൊണ്ട് അബവ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്തുകൊണ്ട് അതിനെന്ത് ചെയ്യും, സൂപ്പർ ഹീറ്റഡ് ആക്കി മാറ്റുന്ന ഒരു ആക്സസറിയാണ് സൂപ്പർ ഹീറ്റർ. രണ്ടാമത്തെ ഓപ്ഷന് എയർ പ്രീ ഹീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. എയർ പ്രീ ഹീറ്റർ എന്താണ്? യൂസസ് വേസ്റ്റ് ഗ്യാസസ് ടു ഹീറ്റ് ഇൻകമിംഗ് എയർ ഫോർ ബെറ്റർ കമ്പഷൻ. അതായത് ഇൻകമിംഗ് എയറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് വേസ്റ്റ് ഗ്യാസിന്റെ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻകമിംഗ് എയറിനെ ഹീറ്റ് ചെയ്യുന്ന ഒരു ആക്സസറിയാണ് എയർ പ്രീ ഹീറ്റർ. പിന്നെ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് ഫീഡ് പമ്പ് ആണ്. ഫീഡ് പമ്പ് എന്താണ്? പമ്പിങ് വാട്ടർ ഇൻ ടു ദ ബോയിലർ എഗൻസ്റ്റ് ബോയിലർ പ്രഷർ. ബോയിലർ പ്രഷറിനെ എഗൻസ്റ്റ് ആക്കിക്കൊണ്ട് എന്താണ് വാട്ടർ ബോയിലറിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരു ആക്സസറിയാണ് ഫീഡ് പമ്പ്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ വരുന്നത് എക്കണോമൈസർ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈ സ്റ്റീം ആൻഡ് ലോ വാട്ടർ സേഫ്റ്റി വാൽവ് ഈസ് സ്യൂട്ടബിൾ ഫോർ. ഹൈ സ്റ്റീം ആൻഡ് ലോ വാട്ടർ സേഫ്റ്റി വാൽവ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ബോയിലറിലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. എ ബോയിലർ ഓപ്പറേറ്റ്സ് അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, സോ സേഫ്റ്റി ഡിവൈസസ് ആർ എസെൻഷ്യൽ. എപ്പോഴും ബോയിലർ എന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചർ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ സേഫ്റ്റി വാൽവ് പ്രിവെന്റ്സ് ഡേഞ്ചറസ് പ്രഷർ റൈസ് ഇൻസൈഡ് ദ ബോയിലർ. The high steam and low water safety valve is designed to protect boilers from two dangers. High steam, low water safety valve എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് എക്സസീവ് സ്റ്റീം പ്രഷർ, അതുപോലെ ഡേഞ്ചറസ്ലി ലോ വാട്ടർ ലെവൽ. അതായത് സ്റ്റീം പ്രഷർ വളരെയധികം കൂടുമ്പോഴും അതുപോലെ തന്നെ വാട്ടർ ലെവൽ ഒരുപാട് താഴ്ന്നു പോകുമ്പോഴും ബോയിലറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാൽവുകളാണ് ഇത് ഹൈ സ്റ്റീം ആൻഡ് ലോ വാട്ടർ സേഫ്റ്റി വാൽവ്. This type of valve is particularly suitable for Lancashire and Cornish boilers, which are fire tube boilers with a large shell. Fire tube boiler with large shell ആണ് ഇത് ലങ്കാഷയർ ബോയിലറും കോർണിഷ് ബോയിലറും. ഇവിടെയാണ് നമുക്ക് ഹൈ പ്രഷറും ഉള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത്. അപ്പൊ അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള വാൽവ് ടൈപ്പ് എന്ന് പറയുന്നത് ഹൈ സ്റ്റീം ആൻഡ് ലോ വാട്ടർ സേഫ്റ്റി വാൽവ് ആണ്. In these boilers, maintaining proper water level is critical because if the water falls too low, the shell plates may overheat and fail. Fire tube ഈ പറയുന്ന
അതായത് ലങ്കാഷെയർ അതുപോലെ തന്നെ കോർണിഷ് ബോയിലേഴ്സിൽ എന്താണ് പ്രോപ്പർ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ജോബാണ്. കാരണം വാട്ടർ ലെവൽ ഒരുപാട് താഴ്ന്നു പോയി കഴിഞ്ഞാൽ എന്താണ് ഈ ബോയിലർ ഷെൽ പ്ലേറ്റ് ചൂടാവും. അതുപോലെ ചൂടാവുക മാത്രമല്ല അത് ഓവർഹീറ്റ് ആവും. ഓവർഹീറ്റ് ആവുന്ന സമയത്ത് ദാറ്റ് വിൽ ഫെയിൽ. ഹെൻസ് കമ്പൈൻഡ് സേഫ്റ്റി വാൽവ് എൻഷുവേഴ്സ് ബോത്ത് പ്രഷർ റിലീഫ് ആൻഡ് ലോ വാട്ടർ പ്രൊട്ടക്ഷൻ. ഇതൊരു കമ്പൈൻഡ് സേഫ്റ്റി വാൽവ് ആണ്. ഇത് ഹൈ സ്റ്റീം ആൻഡ് ലോ വാട്ടർ സേഫ്റ്റി വാൽവ് എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് സേഫ്റ്റി വാൽവ് ആണ്. അവിടെ പ്രഷറും മാനേജ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലോ വാട്ടർ പ്രിവെൻഷൻ, ലോ വാട്ടർ പ്രൊട്ടക്ഷനിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഓക്കെ, സോ ഇൻ ലോക്കോമോട്ടീവ് ആൻഡ് മറൈൻ ബോയിലേഴ്സ് അടുത്ത ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇൻ ലോക്കോമോട്ടീവ് ആൻഡ് മറൈൻ ബോയിലേഴ്സ് വി യൂസ് സ്പ്രിംഗ് ലോഡഡ് സേഫ്റ്റി വാൽവ്. മനസ്സിലാക്കി വെക്കുക, ഇത് ആൻസർ അല്ല, പക്ഷെ ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ലോക്കോമോട്ടീവ് ആൻഡ് മറൈൻ ബോയിലേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്രിംഗ് ലോഡഡ് സേഫ്റ്റി വാൽവ് ആണ്. ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചോദിച്ചിരുന്നതെങ്കിൽ, അതായത് ലോക്കോമോട്ടീവ് ആൻഡ് മറൈൻ ബോയിലേഴ്സിലെ ഏത് ടൈപ്പ് സേഫ്റ്റി വാൽവ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ നമുക്ക് സ്പ്രിംഗ് ലോഡഡ് സേഫ്റ്റി വാൽവ് ആണ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൈ സ്റ്റീം ആൻഡ് ലോ വാട്ടർ സേഫ്റ്റി വാൽവ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ലങ്കാഷെയർ ബോയിലർ ആൻഡ് കോർണിഷ് ബോയിലർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ബോയിലർ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിൽ നിന്നും അതുപോലെ തന്നെ IC എഞ്ചിൻസിൽ നിന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Okay, so thank you.